കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് നമ്മുടെ സൂം പ്ലാറ്റ്ഫോം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച പല പ്രിയപ്പെട്ടവരും യാത്രയുടെ ബന്ധത്തിൽ പലയിടങ്ങളിലായിരിക്കുന്നതുകൊണ്ട് അവർ ചിലർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവരുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. നമ്മൾ എഗസ്കേലിന്റെ പ്രവചനം 36-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ട് വന്ന് ദൈവം അവരുമായി ചെയ്യുന്ന ഉടമ്പടിയെക്കുറിച്ചും ആ ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ആദ്യമായി ദൈവം അവരെ ശുദ്ധീകരിക്കും. നിർമ്മല ജലം ഉപയോഗിച്ച് ദൈവം അവരെ ശുദ്ധീകരിക്കുന്നു. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത പ്രമാണപ്രകാരം വെള്ളം ഒഴിച്ചുള്ളതായ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോട് ചൊരിയപ്പെട്ട രക്തത്തിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണം, തളിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ. മറ്റൊന്ന്, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമാകുന്ന ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. മത്സരത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കാഠിന്യ ഹൃദയമൊക്കെ മാറ്റിയിട്ട് വളരെ സ്നേഹത്തിൻ്റെയും ദയയുടെയും സഹതാപത്തിൻ്റെയും ഉള്ള ഹൃദയമാക്കി മാറ്റും. വിശ്വാസമുള്ള ഹൃദയമാക്കി മാറ്റും എന്ന് പറയുന്നു. പാപത്തിൻ്റെ വഞ്ചനയാൽ പിടിക്കപ്പെട്ട് കഠിനപ്പെട്ട് കിടക്കുന്ന ശാഠ്യമുള്ള ജനം, വിവേകശൂന്യമായ ജനം, മത്സരിക്കുന്ന ജനം എന്ന വേദപുസ്തകം പല ഭാഗത്തും ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഹൃദയം ഒന്ന് മാറ്റിയിട്ട് ദൈവത്തെ വിശ്വസിക്കുന്ന മത്സരിക്കാത്ത ഹൃദയമാക്കി മാറ്റും എന്ന് പറയുന്നു. ഇത് രണ്ടാമത്തെ വാഗ്ദത്തം. മൂന്നാമത്തെ വാഗ്ദത്തം, ദൈവം അവരുടെ മേൽ തൻ്റെ ആത്മാവിനെ അയക്കും, പകരും എന്ന് പറയുന്നുണ്ട്. പുതിയൊരു ഹൃദയം എന്ന് പറയുമ്പോൾ പുതിയൊരു ജീവിതം, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ഒരു ജീവിതം. ഒരു ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം, ഒരു പുതിയ സ്വഭാവം, ജീവിത രീതികൾ, ഇതെല്ലാം പുതുക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവൻ്റെ മേൽ പകരുന്നു. പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൻ നയിക്കപ്പെടുന്നു. ആ സത്യത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വരുമ്പോൾ അവനെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി. നമ്മൾ ഈ ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. നമുക്കിന്ന് രാത്രിയിൽ 27 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിൽ 27 മുതൽ 29 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. വായിച്ചു. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഓക്കെ, ഇവിടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞ് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ചും
അവരുടെ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന വളർച്ചയെക്കുറിച്ചുമാണ് പറയുന്നത്. അവിടെ വായിക്കുന്നത്, എൻ്റെ ചട്ടങ്ങളിൽ നടക്കുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആത്മീയമാകുന്ന ഒരു ചേഞ്ചസ്, ഒരു പരിവർത്തനം, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അത് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ വസിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വിശ്വാസിയെ ദൈവത്തിന് നിയമം അനുസരിക്കുവാൻ സഹായിക്കുന്നു. യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പകർന്നു കഴിയുമ്പോൾ ആ വ്യക്തി ദൈവിക ഉപദേശങ്ങളും ദൈവിക നിയമങ്ങളും ദൈവികമാകുന്ന വഴികളിലൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ അവൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ദൈവം ഒരു വിശ്വാസിയെ യേശുക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുന്നു, സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ നിറച്ചിട്ട് അവനിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് പഴയ ഇസ്രായേൽ ജനത്തിന് കൊടുത്തൊരു വാഗ്ദത്തമാണ്. അവരെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ അവരെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ പ്രകാരം നടക്കുവാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കുമെന്നോ വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുസരിച്ച് നടക്കും. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി പറയുന്നു, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഒരു വിശ്വാസിയെ ഒരുക്കിയെടുക്കുന്ന ദൗത്യമാണ് പരിശുദ്ധാത്മാവിൻ്റെത്. ഒരു വിശ്വാസ സമൂഹത്തെ നയിക്കുന്നത്, അവരെ വിശ്വാസത്തിലും ഭക്തിയിലും നിലനിർത്തുന്നത് ഈ ലോകത്തിലെ ഒരു നേതാവോ ഒരു മനുഷ്യനോ അല്ല. ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ഒരു വിശ്വാസിയെയും ഒരു ഭക്തനെയും അവൻ വിശ്വാസത്തിലും ഭക്തിയിലും നിലനിർത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. പിന്നെ അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് അവനെ ആ സത്യത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി ഭക്തിയിൽ മുൻപോട്ട് പോകുവാൻ, ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുവാൻ, ദൈവിക നിയമങ്ങളിൽ നടക്കുവാൻ അവനെ ഒരുക്കിയെടുക്കുകയും പ്രേരിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സാധാരണ ആളുകൾ ജനറലായി പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി അനുസരിച്ച് അവന് ജീവിക്കാമെന്ന് പറയും. അത് ജനറലായി ആളുകൾ പറയുന്നൊരു കാര്യം, മനസ്സാക്ഷിക്കനുസരിച്ച്. മനസ്സാക്ഷിക്കും മാറ്റങ്ങൾ സംഭവിക്കും. ആ വ്യക്തി വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ച് ആ വ്യക്തിക്കുണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ മനസ്സാക്ഷിക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മനസ്സാക്ഷി അനുസരിച്ച് ജീവിച്ചാൽ അത് യഥാർത്ഥമാകുന്ന ജീവിതമാണെന്ന് പറയുവാൻ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവൻ വന്നു കഴിയുമ്പോൾ അവൻ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി കൊടുത്തിട്ട് അവനെ ആ നിലയിലേക്ക് നയിക്കുവാൻ ദൈവത്തെ പരിശുദ്ധാത്മാവ് സാധിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ
എന്നെ കേൾക്കുന്ന ദൈവത്തിന് ജനമേ, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ സ്വന്തമാകുന്ന കഴിവിലൂടെയോ ജ്ഞാനത്തിലൂടെയോ ഒന്നും ദൈവിക ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് മുൻഗണന കൊടുക്കുകയും ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ഒരുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. അതാരുടെയും പണം കൊടുത്ത് സമ്പാദിക്കുവാനോ പരമ്പരാഗതമായി ലഭിക്കുന്നതായ ഒന്നല്ല. അത് ദൈവം തൻ്റെ ജനത്തിന് ദാനമായി കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ്. അതിനെ എല്ലാവരും പ്രാപിക്കുവാൻ നാം ആത്മാർത്ഥമായി ഉത്സാഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യണം. അങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിൽ ഇറങ്ങി വന്നത്. അതിനുവേണ്ടി പിതാവിൽ നിന്ന് കേട്ട, യേശുക്രിസ്തുവിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ കാത്തിരുന്നു ജനം പ്രാർത്ഥിച്ചു. അവരുടെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തരുമ്പോൾ നാം അത് പ്രാപിക്കണം, നാം അത് സ്വീകരിക്കണം, നാം അത് വെൽക്കം ചെയ്യണം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിലെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ അങ്ങനെയുള്ളവർക്ക് ആർക്കും നമ്മെ നിരന്തരം ഉപദേശിച്ച് നടത്തുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ നിയന്ത്രിച്ച് നടത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പുതിയ നിയമസഭയ്ക്ക് ദാനമായി കൊടുത്തത്. അത് തന്നെയാണ് ഇവിടെ ഇസ്രായേലിനുള്ള ബന്ധത്തിലും ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഏത് കാലഘട്ടത്തിലും ഏത് ജനത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇനി 28 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുവാൻ പോകുന്ന വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള കാര്യമാണ്. ആ ഭൂമിയിൽ ലഭിക്കാൻ പോകുന്ന വർധനവ്, ഇസ്രായേൽ ജനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന സമൃദ്ധിയുടെ അനുഭവങ്ങൾ എന്നിത്യാദി കാര്യങ്ങളാണ് 28 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 28-ാമത്തിൽ വാക്യത്തിൽ പറയുന്ന ഒരു പദപ്രയോഗം ഒന്ന് പറയാം. നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ദൈവത്തിനും അവൻ്റെ ജനത്തിനും ഇടയിലുള്ള ഒരു പുനഃസ്ഥാപിതമാകുന്ന യഥാർത്ഥമാകുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഈ വാക്യം സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും എന്നുള്ള ഉടമ്പടി പദപ്രയോഗം മോശ മുഖേന ദൈവം കൊടുത്ത പ്രമാണങ്ങൾ ഉടനീളം അത് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ പല പുസ്തകങ്ങളും അത് കാണാൻ കഴിയും. അതൊരു ദൈവിക വാഗ്ദത്തത്തെ ഉറപ്പിച്ച് നിർത്തുന്നൊരു വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അവിടെ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവവും തൻ്റെ ജനവും തമ്മിലായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്.
ആ ഒരു ബന്ധം തുടരുവാൻ ദൈവം ഏത് കാലഘട്ടത്തിലും ആഗ്രഹിക്കുന്നു. നാം ഉൽപ്പത്തി മുതൽ ഉള്ളതായ വേദഭാഗം എടുത്തു നോക്കിയാൽ ഏതു വലിയ കാലഘട്ടത്തിലും ദൈവത്തിന് ബന്ധപ്പെടുവാൻ, ദൈവത്തിന് ജനമായിരിക്കുവാൻ, ദൈവത്തെ തങ്ങളുടെ ദൈവമായി സ്വീകരിക്കുവാൻ ഏത് കാലഘട്ടത്തിലും ദൈവത്തിനൊരു കൊച്ചു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു കൊച്ചു ഫാമിലി ഉണ്ടാകുന്നു, നോഹയുടെ കുടുംബം. അബ്രഹാമിന്റെ കാലഘട്ടം വരുമ്പോൾ അബ്രഹാം ഉണ്ടായിരുന്നു. ആഹാബിന്റെ കാലഘട്ടം എത്തുമ്പോൾ ഏലിയാവും ഏലിയാവിനെ പോലെയുള്ളതായ അനേക പ്രവാചകന്മാരും ദൈവമക്കളും പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് തൻ്റെ ജനമായിരിക്കുവാൻ വേണ്ടി, തൻ്റെ ജനത്തിനൊരു ദൈവമായിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നൊരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നാം അതിനോർത്ത് സ്തോത്രം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ തെരഞ്ഞെടുപ്പിന് പിൻപിൽ യാതൊരുവിധമാകുന്ന ക്വാളിറ്റിയും നോക്കാതെ ആണ് ദൈവം തെരഞ്ഞെടുത്തത്. കാരണം ദൈവത്തിന് തൻ്റെ ജനമായിരിക്കേണ്ടതിന് നമ്മെ, നിങ്ങളെ, എന്നെ തെരഞ്ഞെടുത്തു. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പറയട്ടെ, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ് ദൈവത്തിന് ജനമായിരിക്കേണ്ടതിന്. ഇതുവരെയും ആ ബന്ധത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചന പഠന ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ആ ഒരു പദവിയിലേക്ക് ഹൃദയാംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇതാർക്കും ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി എഴുതപ്പെട്ടതല്ല. ആ പദവി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജനത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സകല ജനത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന പദവിയാണ് അവൻ്റെ മക്കൾ, അവൻ്റെ ജനം എന്ന് പറയുന്ന പദവി. ആ പദവിയിൽ നാം സന്തോഷിക്കുവാൻ, നന്ദി പറയുവാൻ, സ്തോത്രം പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇനി ആ പുതിയ ഉടമ്പടിയുടെ ശുദ്ധീകരണവും പരിവർത്തനത്തിൻ്റെ ആ ഒരു പരിവർത്തനാത്മാവുമായ പ്രവൃത്തി മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ആളുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. ദൈവത്തിന് മകൻ, മകൾ, ദൈവത്തിന് ജനം എന്ന് പറയുന്നത് ചുരുക്കം ചില ആളുകളിൽ മാത്രം അത് ഒതുങ്ങിയിരുന്നു. ചില ആളുകൾക്ക് മാത്രം അറിയാവുന്ന ആ ബന്ധത്തിൻ്റെ ആഴം, ആ ബന്ധത്തിൻ്റെ ശക്തി ആ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ ചിലർക്ക് മാത്രം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാലഘട്ടം എത്തിയപ്പോൾ അതെല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. ആർക്കും തൻ്റെ ജനമായി തീരാം. നമുക്ക് തൻ്റെ ജനമായി തീരുമ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴം, ആ ബന്ധത്തിൻ്റെ ശക്തി വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഈ ബന്ധത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? താൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് ആ ഭാഗം പറയുന്നുണ്ട്. ഒരു വലിയ നീണ്ട നിര അക്കമിട്ട് പറഞ്ഞിട്ട് പറയുന്നു, ഈ ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ നിന്നും എന്നെ വേർപിരിക്കാവുന്നതാർ എന്ന് എടുത്തു പറയുന്നുണ്ട്. ആ ഭാഗം കണ്ടുകളൊന്ന് വായിക്കാമോ? റോമർ 8-ന്റെ ഈ 15
8:35. അതെ, 35. ഓക്കെ, 35 മുതൽ വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ റെഫറൻസ് പറയാം. റോമാൻ ലേഖനം 8:35 വാക്യം. ഓക്കെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ നമ്മെ വേർതിരിക്കുന്നതാർ ആ കഷ്ടതയോ ആ. സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ആ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, ആ. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അടുത്ത മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ആ ബന്ധത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ജനം അല്ല പിതാവും പിതാവിന്റെ മക്കളും എന്ന് പറഞ്ഞ ബന്ധം ഈ ഭൂമി കൊണ്ട് ആരംഭിച്ച് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ആ ബന്ധം ലോകത്തിലെ സകല ബന്ധങ്ങളും ഈ ഭൂമിയിൽ ആരംഭിച്ച് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന ദൈവിക ബന്ധം ഒരിക്കലും ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് നിത്യതോളം നിലനിൽക്കുന്ന ബന്ധമാണത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർക്കേണ്ട വസ്തുത, ഈ ലോകത്തിൽ കാണുന്ന ഒന്നിനും ആ ബന്ധത്തിൽ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണം. ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ രാത്രിയിൽ ഉണ്ടാകണം. നമ്മളെ വെല്ലുവിളിക്കുന്ന, നമ്മളെ ഓരോ ദിവസവും വെല്ലുവിളിക്കുന്ന, മത്സരിക്കുന്ന, നമ്മളെ ചോദ്യം ചെയ്യുന്ന, സത്യസന്ധത ചോദ്യം ചെയ്തുകൊണ്ട് നോക്കി വിളിച്ചു പറയണം, ഇതിനെ കൊണ്ടൊന്നും ദൈവത്തിൻ്റെ ബന്ധത്തിൽ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് നാം ഉറപ്പിച്ച് പറയണം. അത് കൂടെ കൂടെ പറയുന്നത് നല്ലതാ. വിശ്വാസത്തിൽ അല്പം ക്ഷീണം വരുമ്പോൾ അത് കൂടെ കൂടെ ഒന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്കൊരു ധൈര്യവും ഉറപ്പും മാത്രമല്ല, അപ്പുറത്തൊരുത്ത നിപ്പുണ്ട്, അവന് കേൾക്കുമ്പോൾ ഇത് ഭയം കൂടാ. അവൾ ആ ഭാഗം കൂടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴും വെല്ലുവിളികൾ നേരിടുമ്പോഴൊക്കെ ഒന്ന് വിളിച്ചു പറയണം, ഇതുകൊണ്ടൊന്നും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് നാം ഒന്ന് പറയണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ ബന്ധം ഒരു കാലഘട്ടത്തിൽ ചില വ്യക്തികൾക്കുമായിട്ട് മാത്രമുണ്ടായിരുന്ന ബന്ധമാണ്. അവർക്ക് മാത്രമേ അതിൻ്റെ ആഴത്വവും അതിൻ്റെ ശക്തിയും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അബ്രഹാമിനോട് മാത്രമുള്ളൊരു ഉടമ്പടിയായിരുന്നു. അബ്രഹാം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനായ ഉടമ്പടി. ഇസഹാക്ക് കഴിഞ്ഞപ്പോൾ യാക്കോബിനായി, യാക്കോബിന്റെ മക്കൾക്കായി, മക്കളങ്ങോട്ട് വളർന്നു പറഞ്ഞപ്പോൾ ഗോത്രങ്ങൾക്കായി ഉടമ്പടി. പിന്നീട് നമ്മളെ ആവർത്തന പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ ആ വലിയ ഒരു ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിലായി മാറി. പിന്നീട് ആ ബന്ധം, ആ ഉടമ്പടിയുടെ അതൊരു രാജ്യത്തിന് വേണ്ടി മാത്രമായി, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. അബ്രഹാമിൽ നിന്ന് ആരംഭിച്ചു, അത് മക്കളിലേക്ക് വന്നു, അത് ഗോത്രങ്ങളിലേക്ക് വരുന്നു, അവസാനം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനോടുള്ള ഒരു ഉടമ്പടിയായി അത് മാറി. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ
ഇത് അബ്രഹാമിലോ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, അബ്രഹാമിന്റെ മക്കളിലോ അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാരിലോ ഗോത്രത്തിലോ ഇസ്രായേൽ രാഷ്ട്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടുവോ, ആരെല്ലാം പുതിയ സൃഷ്ടികളായോ, ആരിലെല്ലാം പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ടോ, അവരെല്ലാവരും ഈ ഒരു ബന്ധത്തിലായി തീർന്നവരാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന നാം എല്ലാവരും ആ ഒരു ബന്ധത്തിലാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യൂട്യൂബിൽ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ആ ഒരു ബന്ധത്തിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയാംഗമായി സ്വാഗതം ചെയ്യുന്നു. ആ ഒരു ബന്ധത്തിൽ വരണം. വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ മഹത്വം, അതിൻ്റെ ശക്തി, അതിൻ്റെ ആഴമറിയണമെങ്കിൽ നാം ബന്ധത്തിലായി തിരിയണം. അതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് 29 മുതലുള്ള വാക്യങ്ങൾ, 32 വാക്യങ്ങൾ വായിച്ചു. 29 മുതൽ 32 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനത തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുമെന്ന് പറയുന്നുണ്ട്. അവരെ തെറ്റുകളെ കുറിച്ച് അവർ ഓർക്കും. അവർക്കുണ്ടായ തെറ്റുകളെ കുറിച്ച് ഓർക്കുകയും അതവർ അനുദപിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായി പറയുന്നു. എല്ലാ ദുഷ്പ്രവൃത്തികളെ കുറിച്ചും അവരെ ചിന്തിക്കും. എന്നിട്ട് അവർ ലജ്ജിക്കും. ഞങ്ങൾ ഇതെല്ലാം ചെയ്തല്ലോ, ഞങ്ങൾ ഇതെല്ലാം സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കും. അവർ ദൈവസ്നേഹത്തിന്റെ വില അവർ മനസ്സിലാക്കും. ഇത് ഇടകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പ്രവാസത്തിൽ കിടന്നപ്പോൾ അവർ ചിന്തിച്ചു കാണും. പിന്നെ AD 70 ചിതറപ്പെട്ടു പോയപ്പോൾ അവർ പ്രവാസത്തിൽ കിടന്നപ്പോൾ ചിന്തിച്ചു കാണും. എന്നാൽ നമ്മുടെ സക്രിയാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു, അവർ അന്നാളിൽ വിലപിക്കും. അവർ തെറ്റുകളെ ഓർത്ത് വിലപിക്കും. അന്നാളിൽ അവർ കുത്യവങ്കിലേക്ക് നോക്കും എന്നൊരു പദപ്രയോഗം സക്രിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണത്. അപ്പോൾ അത് ഇതൊന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അവർ ഒരുപക്ഷെ പ്രവാസത്തിൽ മടങ്ങി വന്നപ്പോൾ, പ്രവാസത്തിൽ കിടന്നപ്പോൾ ചിന്തിച്ചു കാണും. AD 70 ചിതറപ്പെട്ടു പോയപ്പോൾ അവർ ചിന്തിച്ചു കാണും. എന്നാൽ വരാൻ പോകുന്ന തലമുറയിൽ കർത്താവ് തന്നെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്നതിന് മുൻപ് ഇസ്രായേലിന്റെ മഹാപീഡന കാലഘട്ടത്തിൽ ഇസ്രായേൽ തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് കരയുകയും അവരുടെ പിതാക്കന്മാർ കുത്തിയ ആ ക്രിസ്തുവിലേക്ക് നോക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആ വചനം ഭാഗികമായി നിവർത്തിക്കപ്പെട്ടെങ്കിലും പൂർണ്ണമായി അത് നിവർത്തിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ആ മഹാപീഡന കാലഘട്ടത്തിൽ തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ഓർക്കുകയും
അതിനെ ഓർത്ത് അവർ വിഷമിക്കുകയും അവർ അതിനെ ഓർത്ത് ലജ്ജിക്കുകയും ചെയ്തിട്ട് അവർ പിതാക്കന്മാർ കുത്തിക്കൊന്ന ക്രിസ്തുവിങ്കിലേക്ക് നോക്കുകയും ചെയ്ത് രക്ഷ പ്രാപിക്കും എന്ന വചനത്തിൽ കാണുന്നുണ്ട്. യഹോവയായ ഞാൻ അത് പറഞ്ഞു, അത് നിവർത്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എല്ലാ സംശയങ്ങളും നീക്കുന്നതിനും തന്റെ ജനത്തിന്റെ വിശ്വാസം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് യഹോവ വളരെ ഗൗരവമേറിയ നിലയിൽ സത്യം ചെയ്യുകയാണ്. ദൈവത്തിന് ഗൗരവമേറിയ ആ സത്യപ്രതിജ്ഞ പോലെയാണ് നടത്തുന്നത്. ഞാൻ അത് നിവർത്തിക്കും എന്നുള്ളത്. ഇനി നമുക്ക് 33 വാക്യങ്ങളിലേക്ക് പോകാം. 33 മുതൽ 36 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യ സ്ഥലങ്ങളെയും പണിയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യമായും ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവയായി തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിത് ശൂന്യ പ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. നിങ്ങളുടെ അകൃത്യങ്ങൾ ആ ഭാഗത്ത് 33 വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത് ഞാൻ നീക്കിക്കളഞ്ഞ് നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങൾ ഞാൻ ആളുകളെ പാർപ്പിക്കും. ഇത് പുതിയൊരു ഉടമ്പടിയുടെ വാഗ്ദത്തം വീണ്ടും പറയുകയാണ്. ഒരു പ്രധാന ഘടകമാണ് ഇസ്രായേലിനെ അവരുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ദേശത്തിലുള്ള അനുഗ്രഹം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ശൂന്യമായി കിടക്കുന്ന ഭൂമി വീണ്ടും ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുക എന്നാണ് ആ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നത്. 36 വാക്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനങ്ങൾ ഞാൻ യഹോവ എന്ന് അറിയും. ഇസ്രായേലിലും പുതിയ ഉടമ്പടിയിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി ഉറ്റുനോക്കുന്ന ഈ ലോകത്തിന് ശക്തമായൊരു സാക്ഷ്യമാണത്. നാം ഇസ്രായേലിലേക്ക് ഇന്നും കണ്ണോടിച്ചു നോക്കിയാൽ അനേക ജാതികൾ, ചുറ്റുമുള്ള ജാതികൾ മനസ്സിലാകത്തക്ക നിലയിൽ ദൈവം തന്റെ ജനത്തെ ഒരുക്കിയെടുക്കുന്ന വിധങ്ങൾ കാണാൻ കഴിയും. ദൈവം അവരുമായി ചെയ്ത ഉടമ്പടിയാണ്. നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും കിട്ടുകയില്ല, പാഴും ശൂന്യമായി പോയി എന്ന് ചിന്തിച്ചത് 7 വർഷങ്ങൾക്ക് ശേഷം അത് ഫലപുഷ്ടമുള്ള രാജ്യമായി മാറ്റപ്പെട്ടു. AD 70 ചിതറപ്പെട്ടു പോയി, സകലവും നഷ്ടപ്പെട്ടു എന്ന് ലോകം വിധി എഴുതിയപ്പോൾ 1948 ആ രാജ്യത്തിന് തിരികെ കിട്ടിയപ്പോൾ ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയത് 60 വർഷം 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തെ വൻകിട ശക്തികളെ പോലും വെല്ലുവിളിക്കുന്ന
നിലയിലേക്ക് ആ രാഷ്ട്രം ഉയർത്തപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഒരു ഭാഗമാണത്. ഇസ്രായേലിന് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ ഭാഗമാണത്. അങ്ങനെ ജനം മനസ്സിലാക്കും യഹോവയായ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെതായ പ്രവർത്തനത്തെക്കുറിച്ച് ഈ ജാതികൾ മനസ്സിലാക്കും. യഹോവ ജനത്തെ ശ്രദ്ധിക്കുന്നു, ജനത്തിനു വേണ്ടി കരുതുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി 37 മുതൽ വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്നുണ്ട്. യെഹെസ്കേൽ പുസ്തകം 20-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അവരെ പരിഗണിക്കാത്തൊരു കാലഘട്ടത്തെ കുറിച്ച് കാണുന്നുണ്ട്. ആ ദൈവം ഉത്തരം കൽപ്പിക്കാത്തൊരു കാലഘട്ടം. എന്നാൽ ഈ വാക്യത്തിലേക്കും ഈ അധ്യായത്തിലേക്കും വരുമ്പോൾ അവരപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാണുന്നു. 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഉത്തരം വരാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണെങ്കിൽ ദൈവം ആ ചേഞ്ചസ് വരുത്തി. അവർ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം വരണം. ഒരു കാലത്ത് ദൈവം ഹൃദയ കാഠിന്യത്തിന് അവരെ ഏൽപ്പിച്ചു. എന്നാൽ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം തീർക്കുവാൻ സമയക്കുറവുണ്ട്. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഒന്ന്, നാം ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യാം. നമ്മുടെ മുൻപിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിഘട്ടങ്ങളും വന്നാലും വിളിച്ചു പറ, ഇതിനാൽ ഒന്നും ആ ബന്ധത്തിൽ വേർപിരിക്കാൻ കഴിയത്തില്ല. ആ ബന്ധത്തിൻ്റെ അനുഭവം മറ്റൊന്നാണ്, അതിൻ്റെ ആഴം മറ്റൊന്നാണ്. എവിടെ പാട്ടുകാരൻ പാടുന്നുണ്ട്, അതിൻ്റെ ആഴം, ഉയരം, വീതി എന്താന്ന് ആരായുവാൻ കഴിയുകയില്ല എന്ന് പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ഒരു ബന്ധത്തിലായി തീരുവാൻ ഓർത്തത് സ്തോത്രം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നത്, ആ പരിശുദ്ധാത്മാവിനാൽ ജീവിതം നയിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. മറ്റൊന്ന്, നമ്മുടെ ജീവിത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് വീക്ഷിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. വേദപുസ്തകത്തിലെ ഭാഗത്ത് പറയുന്നു, പാപികളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നില്ല എന്ന്. ദൈവത്തെ സത്യമായി അന്വേഷിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സൂം ഫ്ലാറ്റുകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അവൻ തക്ക സമയത്ത് മറുപടി നൽകി നമ്മെ മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളോട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.